വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ചെടിയെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് വെരിഗേറ്റഡ് അരേലിയ. വെള്ളയും പിന്നെ പച്ചയും കലർന്ന ഇലകളാണ് ഇതിനുള്ളത്. വെള്ളയും പച്ചയും കലർന്ന ഇലകളുള്ളത് കൊണ്ട് ഇതിനെ വെരിഗേറ്റഡ് അരേലിയ എന്ന് വിളിക്കുന്നു. ഇതിന് അധികം സൂര്യപ്രകാശം ആവശ്യമില്ല, പക്ഷേ പിന്നെ തണലത്താണ് കൂടുതലും വളർത്തേണ്ടത്. ഇതിന് കൂടുതൽ വെള്ളവും അധികം എന്നും വെള്ളം ഒഴിക്കണ്ട. വളരെ ഇത് പൂന്തോട്ടത്തിലും നമ്മുടെ വീടിനകത്തും പുറത്തും ഈ വെരിഗേറ്റഡ് അരേലിയ വളർത്താം. എന്നാണ്ട് ഈ ചെടി ഇങ്ങനെയാണ്. വെള്ളയും പച്ചയും കളർന്ന ചെറിയ ചെറിയ ഇലകളാണുള്ളത്. ഇങ്ങനെ ഒരു ഹൃദയത്തിന്റെ ആകൃതിയിലൊക്കെ ഉള്ള ഒരു ഹൃദയം മുറിച്ചാൽ എങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ആകൃതിയിൽ ഉള്ള ഇലകളൊക്കെയാണ്. നല്ല ഭംഗിയാണ്, പൂ പോലൊക്കെ തോന്നും. വീടിനകത്തും പൂന്തോട്ടത്തിലും ഇങ്ങനെ വളർത്താം. അപ്പം ഈ ചെടി നമ്മുടെ വീടിനകത്തും വെക്കാം, പുറത്തും വെക്കാം. നല്ല ഭംഗിയാണ്. വെരിഗേറ്റഡ് അരേലിയനാണ് ഇതിൻ്റെ പേര്. താങ്ക്സ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ചെടിയെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് വെരിഗേറ്റഡ് അരേലിയ. വെള്ളയും പിന്നെ പച്ചയും കലർന്ന ഇലകളാണ് ഇതിനുള്ളത്. വെള്ളയും പച്ചയും കലർന്ന ഇലകളുള്ളത് കൊണ്ട് ഇതിനെ വെരിഗേറ്റഡ് അരേലിയ എന്ന് വിളിക്കുന്നു. ഇതിന് അധികം സൂര്യപ്രകാശം ആവശ്യമില്ല, പക്ഷേ പിന്നെ തണലത്താണ് കൂടുതലും വളർത്തേണ്ടത്. ഇതിന് കൂടുതൽ വെള്ളവും അധികം എന്നും വെള്ളം ഒഴിക്കണ്ട. വളരെ ഇത് പൂന്തോട്ടത്തിലും നമ്മുടെ വീടിനകത്തും പുറത്തും ഈ വെരിഗേറ്റഡ് അരേലിയ വളർത്താം. എന്നാണ്ട് ഈ ചെടി ഇങ്ങനെയാണ്. വെള്ളയും പച്ചയും കളർന്ന ചെറിയ ചെറിയ ഇലകളാണുള്ളത്. ഇങ്ങനെ ഒരു ഹൃദയത്തിന്റെ ആകൃതിയിലൊക്കെ ഉള്ള ഒരു ഹൃദയം മുറിച്ചാൽ എങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ആകൃതിയിൽ ഉള്ള ഇലകളൊക്കെയാണ്. നല്ല ഭംഗിയാണ്, പൂ പോലൊക്കെ തോന്നും. വീടിനകത്തും പൂന്തോട്ടത്തിലും ഇങ്ങനെ വളർത്താം. അപ്പം ഈ ചെടി നമ്മുടെ വീടിനകത്തും വെക്കാം, പുറത്തും വെക്കാം. നല്ല ഭംഗിയാണ്. വെരിഗേറ്റഡ് അരേലിയനാണ് ഇതിൻ്റെ പേര്. താങ്ക്സ്.